അതിലത് കള്ളന്മാർ എന്നൊരു പ്രയോഗം, പ്രത്യേകിച്ച് പണ്ഡിത സഭയാണ്, എല്ലാവരും വളരെ സ്വീകാര്യരായ അല്ലെങ്കിൽ ആരാധനായ ആളുകളാണ്, അത്തരം പരാമർശം ഒഴിവാക്കേണ്ടതായിരുന്നില്ലേ? തീർച്ചയായും അതാണല്ലോ ബഹുമാന്യനായ ജിഫ്രി തങ്ങളെ പ്രകോപിപ്പിച്ചത് എന്ന് മാധ്യമങ്ങൾ പറയുന്നത്. അദ്ദേഹം അതിൻ്റെ പേരിലാണ് എഴുന്നേറ്റ് പോയത്. ഞാനടക്കം കള്ളനാവുന്നൊരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് അദ്ദേഹം പ്രതികരിച്ചു എന്നാണ് ഞാൻ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കാൻ കഴിയില്ലെങ്കിലും ആ രീതിയിലാണ് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരുപാട് ആളുകൾ ഒരേപോലെ പറയുമ്പോൾ അങ്ങനെ സംഭവിച്ചുണ്ടായിരിക്കും എന്നാണല്ലോ നമ്മൾ കരുതേണ്ടത്. മാത്രമല്ല വഹാദി നദിയുടേതായി ഒരു വോയിസ് പുറത്തു വന്നു. അതിനെക്കുറിച്ച് ചില ആളുകൾ വിമർശിക്കുന്നുണ്ട്, അദ്ദേഹമാണ് ഇത് വലിച്ചു പുറത്തിട്ടത് എന്ന്. അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു. അപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടത് ഏകദേശം ഒരു 3 മണിയോടുകൂടിയാണ് ഞാൻ ഈ വാർത്ത കേൾക്കുന്നത്. ഇങ്ങനൊരു സംഭവം മുഷാവറയിൽ നടന്നു വന്നത്. സ്മൂത്തായി മുഷാവറ കഴിഞ്ഞു, ചില അജണ്ടകൾ മാറ്റിവെച്ചു. അതിനുശേഷം ബഹുമാന്യനായ അധ്യക്ഷൻ പുറത്തിറങ്ങി പത്രക്കാരെ കണ്ടു എന്ന രീതിയിലുള്ള വാർത്തയാണ് നേരത്തെ വന്നത്. അതനുസരിച്ച് ഞങ്ങൾ തിരുവനന്തപുരത്ത് രാജ്ഭവൻ മാർച്ചുണ്ടായിരുന്നു, സുന്നി മാലു ഫെഡറേഷൻ്റെയും SKMMയുടെയും. അത് കഴിഞ്ഞ് റൂമിൽ വിശ്രമിച്ച് കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ നടന്ന പരിപാടി ധാരാളം ആളുകളുണ്ടായിരുന്നു. അത് വൻ വിജയമായിരുന്നു. അതിനെക്കുറിച്ച് ഒരു വിലയിരുത്തൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പ്രതിനിധികളെയാണ് ഞങ്ങൾ ക്ഷണിച്ചത്. അതിനേക്കാൾ കൂടുതൽ ആളുകൾ പങ്കെടുത്തു. നല്ല പ്രോഗ്രാമായി. മാധ്യമങ്ങളൊക്കെ വളരെയധികം നല്ല അഭിനന്ദനങ്ങൾ പറഞ്ഞു. പോലീസിനും ഞങ്ങൾക്ക് അഭിനന്ദനം കിട്ടി. കാരണം ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ തിരുവനന്തപുരം നഗരത്തിൽ ഇഷ്ടംപോലെ സമരങ്ങൾ കണ്ടതാണ്. പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാകാറ് പതിവാണ്. സമാധാനപരമായൊരു സമരം നടത്തിയപ്പോൾ സ്വാഭാവികമായും അതിനെ അവർ അംഗീകരിച്ചു. അതോടൊപ്പം തന്നെ വാർത്ത കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനൊരു വാർത്ത കേട്ടപ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. അതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഉണ്ട് എന്ന് ചില ആളുകൾ മാധ്യമപ്രവർത്തകർ തന്നെ പറയുകയും അവർക്ക് എവിടുന്ന് വിവരം കിട്ടിയെന്ന് ചോദിച്ചാൽ അവർ തുറന്ന് പറയില്ലല്ലോ. മാധ്യമപ്രവർത്തകർ വീണ്ടും റിപ്പോർട്ട് ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സംഭവം ഞങ്ങൾ മനസ്സിലാക്കി. പക്ഷേ അതിൽ ഒരു മാധ്യമത്തിൽ വന്ന, ഒരു വിഷ്വൽ മീഡിയയിൽ വന്ന ഒരു വിവരണത്തിൽ കൃത്യമായി പറയുന്നുണ്ട് ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വിയാണ് ഉമർ ഫൈസിയോട് പുറത്തു നിൽക്കാൻ പറഞ്ഞത് എന്ന്. അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുണ്ടാക്കി എന്ന് അദ്ദേഹം പറയുകയും അത് ക്ലാരിഫൈ ചെയ്യേണ്ട കടമ എനിക്കുണ്ടായതുകൊണ്ട് നേരത്തെ ഇവരും പുറത്തറിഞ്ഞ സാഹചര്യത്തിൽ ഞാനാണ് പുറത്താക്കാൻ ശ്രമിച്ചത് എന്ന, അല്ലെങ്കിൽ ഞാനാണ് പുറത്തു നിൽക്കാൻ പറഞ്ഞത് എന്ന രീതിയിൽ ഒരു വാർത്ത വരുമ്പോൾ എന്നെ പലരും വിളിച്ചപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. അതുകൊണ്ട് എനിക്കത് ക്ലാരിഫൈ ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് എന്നെ ഒരാൾ വിളിച്ചപ്പോൾ ഞാൻ കൃത്യമായി കാര്യം പറഞ്ഞു. അദ്ദേഹം അത് പറയുന്നതിൻ്റെ ഏകദേശം 2.5 മണിക്കൂർ മുമ്പ് തന്നെ ഈ വിവരം പുറത്തായിട്ടുണ്ട്. ബഹാവുദ്ദീൻ മൗലവി അല്ല പുറത്താക്കിയത്. അദ്ദേഹം പുറത്തായപ്പോൾ അദ്ദേഹത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമുണ്ടായത് അദ്ദേഹം ക്ലാരിഫൈ ചെയ്യുക മാത്രമാണ് ചെയ്തത്. ആ കാര്യത്തിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്നാണ് ഇതിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ഞാൻ 2.5 മണിക്ക് 2:30-3 മണിയോടുകൂടി വിവരം അറിഞ്ഞു. അതിനുശേഷം അദ്ദേഹം ഇങ്ങനെ ഒരു വോയിസ് ഇടുന്നത് ഏകദേശം 6:30 എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 7 മണിക്ക് ശേഷമാണ് തിരുവനന്തപുരത്ത് നിന്ന് ഞാനത് കേൾക്കുന്നത്. ഒരു മുതിർന്ന നേതാവാണ് ഉമർ ഫൈസി മുക്കം. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പക്വത കുറവ് ഈ കാര്യത്തിലൊക്കെ എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ടല്ലോ. മാധ്യമപ്രവർത്തകർ ചോദിക്കണമെങ്കിൽ ഇരുത്തം വന്ന മാധ്യമപ്രവർത്തകരാണ് മലപ്പുറത്തുള്ള മാധ്യമപ്രവർത്തകരെന്ന് എനിക്കറിയാം. നമ്മളും തമ്മിൽ വളരെ ദീർഘകാല ബന്ധമുണ്ട്. നിങ്ങളുടെ ക്രെഡിബിലിറ്റി എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഉമർ ഫൈസിയെ പോലെയുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങളങ്ങനെ ചോദിക്കണമെങ്കിൽ ആ ചോദ്യത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അപക്വമായ ചില പെരുമാറ്റങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അദ്ദേഹത്തോട് ഞാൻ തന്നെ നേരിട്ടും നമ്മുടെ സഭയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ സൗഹൃദ ചർച്ച നടത്താറുണ്ട്. പല കാര്യത്തിലും ഞങ്ങൾ ഒരുമിച്ച് നിൽക്കാറുണ്ട്. ഇപ്പോഴും നല്ല സുഹൃബന്ധമാണ് പുലർത്തുന്നത്. അദ്ദേഹത്തോട് പലപ്പോഴും ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ അദ്ദേഹം എൻ്റെ മകൻ്റെ കല്യാണത്തിന് അടുത്ത ദിവസം വന്നിരുന്നു. അന്ന് അദ്ദേഹത്തോട് ഞാൻ കൃത്യമായി പറഞ്ഞു, നിങ്ങൾ കോഴിക്കോട് പ്രസംഗിച്ചപ്പോൾ പരസ്യമായി മാധ്യമപ്രവർത്തകരെ നോക്കി എനിക്കെതിരെ സമസ്ത നടപടിയെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നു. അദ്ദേഹം ഒരു മോശപ്പെട്ട ഒലക്കയാണ് നടപടി എന്നൊരു പ്രയോഗം പ്രയോഗിച്ചു. അങ്ങനെയൊക്കെ നിങ്ങൾ പറയുന്നത് തെറ്റല്ലേ ഉമർ ഫൈസി എന്ന് ഞാൻ ചോദിച്ചു. അത് സമസ്തയുടെ ഒരു ക്രെഡിറ്റിനെ ബാധിക്കില്ലേ, ക്രെഡിബിലിറ്റിയെ നിങ്ങൾക്കും ബാധിക്കില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം തമാശയ്ക്ക് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതുകൊണ്ടല്ലേ അത് ഇഷ്യൂ ആയത്, അതുകൊണ്ടല്ലേ എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. എന്ന പോലെയാണ് ഇപ്പോൾ അദ്ദേഹം ഇന്നലെ കാവനൂരിൽ ഒരു പ്രസംഗം നടത്തിയത്. എന്താണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. അത്തരത്തിലുള്ള ഈ കാവനൂരിൽ സഭ്യേതര ഭാഷകൾ ഉപയോഗിക്കുന്നത് മര്യാദയാണോ? ഒരു പണ്ഡിതൻ ഇങ്ങനെയൊക്കെ പറയുന്നതിലൊരു അനുചിതയില്ല. അത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഹൈന്ദവ ദർശനം അനുസരിച്ച്, ഉദാഹരണമായി ശൈവപുരാണമൊക്കെ അനുസരിച്ച് ആദിപരാശക്തിയുടെ യഥാർത്ഥ അവതാരമാണ്, പൂർണ്ണാവതാരമാണ് പാർവതി. ശിവൻ ഒരു ആത്മാവ് അല്ലെങ്കിൽ ഒരു ശരീരമാണെങ്കിൽ ശക്തി എന്ന് പറയുന്നത് ശരിക്കും പാർവതിയാണ്. അപ്പോൾ പാർവതിയെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ടാവും. അവരൊക്കെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഇത്തരമൊരു പരാമർശം നടത്തുക എന്നത് ഇസ്ലാമികമായി ചിന്തിച്ചാൽ അത് ഖുർആനിലൊരു വചനമുണ്ട്, വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ല എന്നാണത്. അതിൻ്റെ അർത്ഥം മറ്റുള്ളവർ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ കുറ്റപ്പെടുത്താൻ പാടില്ല, ആക്ഷേപിക്കാൻ പാടില്ല. അവിടെ അങ്ങനെ ഒരു വ്യംഗ്യമായെങ്കിലും അല്ലെങ്കിൽ ഇനി എങ്ങനെയാണെങ്കിലും അദ്ദേഹം അങ്ങനെ പ്രയോഗം നടത്തിയത് ഖേദകരമായി പോയി എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം
അത് മറ്റു മതസ്ഥർ ഇഷ്യൂ ആക്കാതിരിക്കട്ടെ, നിങ്ങളത് ഓൺ ചെയ്യരുത്. കാരണം അത് ഓൺ ചെയ്താൽ നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന മതസൗഹൃദത്തെ ബാധിക്കുമെന്ന് മാത്രമല്ല, സമസ്ത എന്ന് പറയുന്ന ഇക്കാലം അത്രയും അന്തസ്സോടെ നിലനിൽക്കുന്ന ഒരു വലിയ പ്രസ്ഥാനം 100 തികയുന്ന ഒരു പ്രസ്ഥാനമാണ്. മാത്രമല്ല സമസ്തയുടെ ഒരു പാഠപുസ്തകത്തിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട് ഹുബ്ബുൽ വത്തൻ, സ്വരാജ്യ സ്നേഹം. നിങ്ങൾക്കറിയാമല്ലോ 10,000-ൽ പരം മദ്രസകളുണ്ട്, 1,00,000 മുഅല്ലിമീങ്ങളുണ്ട്. അതുപോലെ തന്നെ നിരവധി ദർസുകളും അതുപോലെ തന്നെ അറബി കോളേജുകളുമുണ്ട്. അവിടെയൊക്കെ പഠിപ്പിക്കുന്നത് ഇസ്ലാം മതമാണ്. ആ മതം പഠിപ്പിച്ചിട്ട് കേരളത്തിൽ ഒരു തരത്തിലുള്ള സാമുദായിക സൗഹാർദ്ദ തകർച്ചയും ഉണ്ടായിട്ടില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ മദ്രസ നടത്തുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾ തന്നെ ഇങ്ങനെ ഒരു പരാമർശം നടത്തുമ്പോൾ അത് അദ്ദേഹം ഏതർത്ഥത്തിൽ പരാമർശിച്ചതാണെങ്കിലും ശരി, അന്യമതസ്ഥരെ അത് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സമസ്തയുടെ പ്രവർത്തനം എന്ന രീതിയിൽ ഞാനതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടി ആ വിഷയത്തിൽ വേണമെങ്കിൽ ഖേദം പ്രകടിപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. കാരണം എന്നെക്കാൾ മുതിർന്ന നേതാവ് എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ, അത് അന്യമതസ്ഥരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ഞാൻ ആ വിഷയത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം അത് സമസ്തയുടെ ക്രെഡിറ്റിനെ ബാധിക്കും. ഇക്കാലം അത്രയും സമസ്ത പുലർത്തി പോകുന്ന അന്തസ്സിനെ ബാധിക്കും. അന്യമതസ്ഥനെ ആക്ഷേപിക്കാൻ പാടില്ല. അവരുടെ ആരാധനാ വസ്തുക്കൾ എന്ന് പറയുമ്പോൾ പാർവതി എന്ന് പറയുന്ന മഹാശിവന്റെ പത്നിയും കൂടിയാണ്. അതുകൊണ്ട് ഹൈന്ദവ വിശ്വാസമാണ്. ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ലെങ്കിലും ആ വിശ്വാസത്തെ കുറ്റപ്പെടുത്താൻ എൻ്റെ മതം എന്നെ അനുവദിക്കുന്നില്ല. അവിടെ അദ്ദേഹം ചെയ്തത് ശരിയായില്ല എന്ന് തുറന്നു പറയുന്നതിന് എനിക്കൊരു മടിയുമില്ല.